നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണവാതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘം പിടിമുറുക്കുമ്പോൾ നടൻ ജയറാം പത്മവ്യൂഹത്തിലാവുകയാണ്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ജയറാം നൽകിയ മൊഴികളിലെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി താരം കുടുങ്ങും എന്ന സംശയം സജീവമാണ്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും ദ്വാരപാലക പാളികളും ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ സംഭവത്തിലാണ് പൊരുത്തക്കേടുകൾ ഒന്നിനു പിറകെ ഒന്നായി തെളിയുന്നത്. മാസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്ന രണ്ട് വ്യത്യസ്ത പൂജകൾ ഒരൊറ്റ ദിവസം നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജയറാം ശ്രമിച്ചത് എന്ന് വ്യക്തമാകുന്നു. 2019 ജൂണിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ നടന്ന കട്ടിളപ്പാളിയുടെ പൂജയിലും സെപ്റ്റംബറിൽ ജയറാമിന്റെ വീട്ടിൽ വെച്ച് നടന്ന ദ്വാരപാലക പാളികളുടെ പൂജയിലും താരം സജീവമായി പങ്കെടുത്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും എല്ലാം ഒറ്റ ദിവസമായിരുന്നു നടന്നത് എന്നാണ് ജയറാം മൊഴി നൽകിയത്. എന്നാൽ ജൂണിൽ കട്ടിളപ്പാളിയുടെ പണി നടക്കുമ്പോൾ ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ജയറാം പോലീസിന് മുന്നിൽ കള്ളക്കളി നടത്തിയത്. സ്വർണ്ണപ്പാളികൾ വീട്ടിൽ എത്തിച്ചിട്ടില്ല എന്ന് ശില്പി ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുമ്പോഴും ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് പൂജ നടത്തുന്ന ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അറസ്റ്റ് പോലെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്മാർട്ട് ക്രിയേഷൻസിലെത്തി നടൻ ജയറാം നടത്തിയ പൂജ കട്ടിളപ്പാളിയുടേതാണ്. എന്നാൽ ജയറാമിന്റെ വീട്ടിൽ നടന്ന പൂജ ദ്വാരപാലക പാളികളുടേതാണ്. വിവിധ മാസങ്ങളിലായിട്ടാണ് രണ്ട് പൂജകളും നടന്നത്. എന്നാൽ എല്ലാം നടന്നത് ഒറ്റ ദിവസമായിരുന്നു എന്നാണ് ജയറാം നേരത്തെ വിശദീകരിച്ചത്. ഇത് ശരിയല്ല എന്ന് തെളിയുകയാണിപ്പോൾ. ഇതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം നിർണായകമാകും. സ്വർണ്ണവാതിൽ, ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, ദ്വാരപാലക പാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള നടന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് രണ്ടിലും ജയറാമിന്റെ സാന്നിധ്യമുണ്ട്. 2019 ഇതൊക്കെ സംഭവിക്കുന്നത്. 2019 മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിക്കുന്നത്. ജൂൺ മാസത്തിൽ കട്ടിളപ്പാളി നിർമ്മിക്കുന്നു. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സമർപ്പിക്കുന്നു. ഇതേ സമയത്ത് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന പൂജയിലും ജയറാം പങ്കെടുത്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഈ സാഹചര്യത്തിലാണ് ജയറാമിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിൽ പങ്കെടുത്തത്. പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വീട്ടിലെത്തിച്ച് പൂജ നടത്തുകയായിരുന്നു എന്നാണ് ജയറാം പറഞ്ഞത്. കൃത്യമായി ഏത് സമയത്താണ് എന്ന് ഓർക്കുന്നില്ല എന്നും 2 ദിവസങ്ങളിലായാണ് പൂജ നടന്നത് എന്നുമാണ് ജയറാം പറയുന്നത്. എന്നാൽ ജയറാം പറഞ്ഞതിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് വിവരം. 2 തവണ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ട് ശബരിമലയിലെ പാളികളുമായി ബന്ധപ്പെട്ട പൂജയിൽ പങ്കെടുത്തു എന്നാണ് വ്യക്തമാകുന്നത്. 2 മാസങ്ങളിലായിട്ടാണ് ഇതെന്നും റിപ്പോർട്ടുണ്ട്. ഇതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണം. സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയ്ക്ക് ശേഷം പാളികൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നാണ് ജയറാം വ്യക്തമാക്കുന്നത്. ജയറാം പങ്കെടുക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടായിരുന്നത് ശബരിമലയിലെ കട്ടിളപ്പാളിയാണ്. 2019 ജൂൺ മാസത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ പൂജ നടന്നത്. ഈ സമയത്ത് ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്നും എടുത്തിരുന്നില്ല. ഇതും ജയറാമിന്റെ മൊഴികളെ സംശയത്തിലാക്കുന്നു. ജയറാമിന്റെ വീട്ടിൽ കട്ടിളപ്പാളി എത്തിച്ച് പൂജിച്ച ചിത്രങ്ങളും പുറത്തു വന്നിട്ടില്ല. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിച്ചത്. ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ജയറാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാളികൾ ചീത്തയാകാതിരിക്കാൻ പലകയിൽ അടിച്ചാണ് കൊണ്ടുവന്നത്. ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് പലകയിൽ അടിച്ചത് എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്.